അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള എന്തൊക്കെ ഡിഫറൻസ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് നോക്കാം. നേച്ചർ ഓഫ് സെക്യൂരിറ്റീസ് ആണ് ഫസ്റ്റ് വരുന്നത്. ഏത് തരത്തിലുള്ള സെക്യൂരിറ്റീസ് ആണ് ഡീൽ ചെയ്യുന്നത്? ഹിയർ നമ്മൾ ഏതാണ് ഡീൽ ചെയ്യുന്നത്? ഹിയർ ഡീൽസ് വിത്ത് ഫ്രഷ് ഇഷ്യൂ അല്ലെ ന്യൂ ഇഷ്യൂ. ഫ്രഷ് ഇഷ്യൂ ഓർ എ ന്യൂ ഇഷ്യൂ ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റിൽ എന്താണ്? വി ആർ ഡീലിംഗ് വിത്ത് ദി സെക്യൂരിറ്റീസ് ഓൾറെഡി ഇഷ്യൂഡ് അല്ലെ. ഡീൽസ് വിത്ത് സെക്യൂരിറ്റീസ് ഓൾറെഡി ഇഷ്യൂഡ്. ഓൾറെഡി നമ്മൾ ഇഷ്യൂ ചെയ്തുള്ള സെക്യൂരിറ്റീസാണ് നമ്മൾ എവിടെ ഡീൽ ചെയ്യുന്നത്? സെക്കൻഡറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫങ്ഷൻസ്. എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും? ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഇസ് ടു റേസ് ലോങ് ടൈം ഫണ്ട് ത്രൂ ന്യൂ ഫ്രഷ് ഇഷ്യൂ കൂടെ ഫണ്ട് കളക്ട് ചെയ്യുക, ലോങ് ടൈം ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി മാർക്കറ്റ്. ഇവിടെ എന്താണ്? സെക്കൻഡറി മാർക്കറ്റിൻ്റെ എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് റെഡി മാർക്കറ്റ് അല്ലേ. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് റെഡി മാർക്കറ്റ് ഫോർ എക്സിസ്റ്റിംഗ് ലോങ് ടൈം ഫണ്ട്സ്. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സിന് നമ്മൾ എന്ത് ചെയ്യുക? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഡീൽ ചെയ്യുക, അതിനൊരു കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ ഒരു ഡീലിങ് കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡറി മാർക്കറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ മാർക്കറ്റ് ഫോർ എക്സിസ്റ്റിംഗ് ലോങ് ടൈം ഫണ്ട്സ്. എക്സിസ്റ്റ് ചെയ്യുന്ന ലോങ് ടൈം ഫണ്ട്സ്. ഇവിടെ നമ്മൾ ഫ്രഷ് ഇഷ്യൂ ആണ്. ഇവിടെ ഓൾറെഡി ഇഷ്യൂ ചെയ്തതിന് നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അല്ലേ, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ അത് കൊണ്ടുപോകണമെങ്കിൽ എന്താണ് ആവശ്യമാണ്? കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. അടുത്തത് മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസ്. ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്? ആരൊക്കെയായിരിക്കും? പ്രൈമറി മാർക്കറ്റ് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. ദി മേജർ പ്ലേയേഴ്സ്. പ്രൈമറി മാർക്കറ്റിലെ മേജർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ മ്യൂച്വൽ ഫണ്ട്, അണ്ടർ റൈറ്റേഴ്സ്, ഇവരൊക്കെയാണ്. ഇൻഡിവിജ്വൽ അണ്ടർ റൈറ്റേഴ്സൊക്കെ നമ്മളിനി പഠിക്കും കേട്ടോ. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ സെയിലായി പോയിട്ടില്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് അത് വാങ്ങിക്കോളാം എന്നൊരു ഗ്യാരൻറ്റി നൽകുന്നവരാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്കിനി പഠിക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങൾ IFSലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളിപ്പോൾ മാർക്കറ്റിലൊരു നിങ്ങളുടെ കമ്പനി ഇപ്പോൾ ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തുകയാണ്. അതായത് ഒരു 1,00,000 ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ്. അത് മാർക്കറ്റ് വിറ്റ് പോകുമെന്ന് നമുക്ക് ഉറപ്പില്ല അല്ലേ, കമ്പനിക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അതായത് ഒരു നോർമലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അത് ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ പറയും. ഇപ്പോൾ കമ്പനി 8 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 6 രൂപയ്ക്കോ അല്ലെങ്കിൽ 5 രൂപയ്ക്കൊക്കെ ഇത് മാർക്കറ്റിൽ സെയിൽ ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്റ്റ് വെക്കും. അപ്പോൾ കമ്പനീനെ സംബന്ധിച്ച് എന്താണ്? മാർക്കറ്റിൽ സെയിൽ ആയില്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും സെയിലായി കിട്ടുന്നുണ്ടല്ലോ, കുറഞ്ഞ എമൗണ്ടിനാണല്ലോ. അത് അങ്ങനെ നടക്കുന്ന ടീംസാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം, ബാങ്കുകളൊക്കെ ഇവിടെ ഉണ്ടാകും, കളിക്കും. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകാർ ഇതിൽ കളിക്കും, അണ്ടർ റൈറ്റേഴ്സ് കളിക്കും. അതുപോലെ നമുക്ക് ഇൻഡിവിജ്വൽസ് എവിടെ പ്ലേയേഴ്സാണ്? നമ്മുടെ പ്രൈമറി മാർക്കറ്റിൽ പ്ലേയേഴ്സ് ആണ്. അതുപോലെ നമ്മുടെ സെക്കൻഡറി മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഓൾ ദീസ് പ്ലേയേഴ്സ് ഇവരെല്ലാവരും ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വിത്ത് സ്റ്റോക്ക് ബ്രോക്കേഴ്സും. സ്റ്റോക്ക് മാർക്കറ്റ് ആകുമ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ജിയോജിത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒക്കെ സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ്. അതൊക്കെ നമുക്ക് ഇനി പഠിക്കാം കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ആളുകളും കൂടി എവിടെയുണ്ട്? സെക്കൻഡറി മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും മ്യൂച്വൽ ഫണ്ടും അണ്ടർ റൈറ്റേഴ്സും ഇൻഡിവിജ്വൽസാണ് മെയിൻ പ്ലേയേഴ്സ് ഇൻ ദി പ്രൈമറി മാർക്കറ്റ്. ബട്ട് ഹിയർ അതർ ഒരു ടീംസും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഇവരും ഉണ്ട്, സ്റ്റോക്ക് ബ്രോക്കേഴ്സും കളിക്കുന്നുണ്ട്. ഇവരൊക്കെ ആയിരിക്കും മെയിൻ പ്ലേയേഴ്സ്. ദെൻ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ലിസ്റ്റിങ്ങിൻ്റെ കേസ് ഇൻ എ പ്രൈമറി മാർക്കറ്റ് ദർ ഈസ് നോ നീഡ് ഓഫ് ലിസ്റ്റിംഗ്. ലിസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്രൈമറി നോ
നീഡ്സ് ഓഫ് ലിസ്റ്റിംഗ്. ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലിസ്റ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൽ നമുക്ക് സെയിൽ നടത്തണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് കളിക്കണമെങ്കിൽ, സെക്കൻഡറി മാർക്കറ്റിൽ ഒരു കമ്പനിക്ക് പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹിയർ ലിസ്റ്റിംഗ് ഈസ് എ കമ്പൽസറി വിച്ച് ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്യാൻ ഡീൽ വിത്ത് ഇൻ ദി സെക്കൻഡറി മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിയമങ്ങളുണ്ട്, ലോ ഉണ്ട്. അതനുസരിച്ച് എന്ത് ചെയ്യണം? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യണം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിക്ക് മാത്രമാണ് എവിടെ കളിക്കാൻ പറ്റുള്ളൂ? സെക്കൻഡറി മാർക്കറ്റിൽ കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കമ്പൽസറി. ലിസ്റ്റിംഗ് ഈസ് കമ്പൽസറി ഇൻ എ സെക്കൻഡറി മാർക്കറ്റ്. ലിസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് കമ്പൽസറി ഇൻ എ സെക്കൻഡറി മാർക്കറ്റ്. ഹിയർ നോ നീഡ് ഓഫ് ലിസ്റ്റിംഗ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഡീലിംഗ് ആണ്. ഇവിടെ നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൽ കളിക്കണമെങ്കിൽ, ഒരു കമ്പനിക്ക് കളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ലിസ്റ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ലിസ്റ്റിംഗ് കമ്പൽസറി ആണ്. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ആളുകൾ ഷെയർ വാങ്ങുള്ളൂ. അപ്പോൾ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് മുമ്പ് തന്നെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ലിസ്റ്റ് ചെയ്ത കമ്പനിയാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുള്ളൂ? ഷെയർ വാങ്ങുള്ളൂ ഫസ്റ്റ് ടൈമൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് കമ്പൽസറി ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് എ പ്രൈസ്. ഈ ഷെയറിൻ്റെ ഡിബഞ്ചറിൻ്റെ പ്രൈസ് ആരാണ് തീരുമാനിക്കുക? ഇൻ കേസ് ഓഫ് എ പ്രൈമറി മാർക്കറ്റ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി മാനേജ്മെൻ്റ് ആയിരിക്കും. പ്രൈമറി മാർക്കറ്റിൽ മാനേജ്മെൻ്റ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പ്രൈസിൻ്റെ ഷെയർ വിത്ത് ദി ഓൺ ദി ബേസിസ് ഓഫ് സെബീൻ്റെ നമുക്കറിയാം സെബിയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ സെബീൻ്റെ നിർദ്ദേശം അനുസരിച്ച്, അതായത് റൂൾസ് റെഗുലേഷനൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഓരോ കമ്പനീൻ്റെയും മാനേജ്മെൻ്റ് ആയിരിക്കും പ്രൈസ് തീരുമാനിക്കുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ് ഇറ്റ് ഈസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് തീരുമാനിക്കുന്നത്, അല്ലേ? നമുക്കറിയാം ഒരു മാർക്കറ്റിൽ ഒരു ഷെയറിൻ്റെ പ്രൈസ് കൂടണമെങ്കിൽ അവിടെ എന്തുണ്ട്? ഡിമാൻഡ് കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡിമാൻഡ് സപ്ലൈയും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ പ്രൈസ് തീരുമാനിക്കുന്നത്. ബട്ട് ഹിയർ ഇറ്റ്സ് ഡിറ്റർമൈൻഡ് ബൈ ദി മാനേജ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് എ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ സെബീൻ്റെ ഇനി നമ്മളെ ബോർഡാണ്. സെബി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ളൊരു ബോർഡാണ്. അപ്പോൾ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള, നമുക്ക് പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ബോർഡ് ഉണ്ട്. അതാണ് സെബി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാട്ടോ, സെബിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ. അപ്പോൾ ഡിമാൻഡ് സപ്ലൈയും കൂടെ ചേർന്നിട്ടായിരിക്കും സെക്കൻഡറി മാർക്കറ്റ് സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഷെയറിൻ്റെ ഡിബഞ്ചറിൻ്റെയൊക്കെ പ്രൈസ് തീരുമാനിക്കുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് എ പ്രൈമറി മാർക്കറ്റ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി മാനേജ്മെൻറ്റ്. വെറുതെ മാനേജ്മെൻറ്റിന് തീരുമാനിക്കാൻ പറ്റില്ല, ഓൺ ദി ബേസിസ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ സെബി അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും എന്നുള്ളത്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഇഷ്യൂ, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡീലിംഗ് ഓഫ് ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസാണ് ഡീല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് നോക്കിയത്. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് അനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോക്കെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗവൺമെൻറ് securities market. Government securities market, it is also here we are dealing only the government and semi-government, government and semi-government സെക്യൂരിറ്റീസ് ആയിരിക്കും. അതായത് ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് മാത്രം ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗിൽറ്റ്, GILT, ഗിൽറ്റ് എഡ്ജ്ഡ് മാർക്കറ്റ് എന്നും പറയാറുണ്ട്. ഗിൽറ്റ് എഡ്ജ്ഡ് മാർക്കറ്റ് എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസാണ് നമ്മളിവിടെ ഡീല് ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാത്രമായിരിക്കും ഇവിടെ നമ്മൾ ഡീല് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്.
അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാർക്കറ്റ് വെയർ വി ആർ ഡീലിംഗ് വിത്ത് ദി ഓൾ ദി കമ്പനീസ് സെക്യൂരിറ്റീസ്, എല്ലാ കമ്പനീസിൻ്റെയും സെക്യൂരിറ്റീസ് നമ്മളിവിടെ ഡീല് ചെയ്യുന്നുണ്ടായിരിക്കും. ദിസ് മാർക്കറ്റ് ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. അതായത് ഈ ഇൻഡസ്ട്രിയൽ മാർക്കറ്റാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ ഇൻഡസ്ട്രിയൽസ്, എ മാർക്കറ്റ് ഫോർ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ കോർപ്പറേറ്റ്. അതായത് എക്സിസ്റ്റ് ചെയ്യുന്നതും അതോടൊപ്പം ന്യൂ കമ്പനീസിൻ്റെയും സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. അതായത് എക്സിസ്റ്റ് ചെയ്യുന്നതും ന്യൂ വരുമ്പോൾ എവിടെ വരും, പ്രൈമറിയിൽ വരും. എക്സിസ്റ്റ് ചെയ്യുന്നതിന് സെക്കൻഡറി മാർക്കറ്റിലോട്ട് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതും അപ്പോൾ ന്യൂ കമ്പനീസിൻ്റെയൊക്കെ, ഗവൺമെൻറ് അല്ലാത്ത കമ്പനീസിൻ്റെയൊക്കെ, കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ്റെയൊക്കെ സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. But here we are dealing the securities through the secondary market. ഞാൻ പറഞ്ഞിട്ടുണ്ട് ത്രൂ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ ആയിരിക്കും ഡീല് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് തേർഡ് വൺ, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, ഇതിലെ മൂന്നാമത്തെ. അടുത്തത് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഓൺ ദി ബേസിസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവോൾവ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, DFIS എന്ന് പറയും. DFIS ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ആൻഡ് ദേ ആർ പ്രൊവൈഡിങ് ദി ക്യാപിറ്റൽ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ്. പർപ്പസിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ IDBI, അപ്പോൾ UTI, അതൊക്കെ എന്താണ്, IFCI നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ പഠിച്ചതാണ് നിങ്ങളുടെ ഓണ്ടർപ്രണർഷിപ്പിൽ പഠിച്ചതാണ്. ഇതൊക്കെ എന്താണ്, നിങ്ങളുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യാനുള്ള കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഓർഗനൈസേഷനൊക്കെ വരുന്ന കാറ്റഗറിയാണ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ പ്രൊവൈഡിങ് ദി ഫണ്ട് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ്. ഏത് പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. ICICI ഒക്കെ എന്താണ്, ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. അതിനൊക്കെ അതിൻ്റെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് അല്ലേ. അങ്ങനെ ഓരോന്നിൻ്റെയും പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളാണ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഫോർത്ത് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ്. വേരിയസ് ഇൻ്റർമീഡിയറീസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അതായത് മർച്ചൻ്റ് ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ട്, അപ്പോൾ നമുക്ക് ലീസിങ് ഫിനാൻസ്, അണ്ടർ റൈറ്റേഴ്സ്, ഇവരൊക്കെ ഉണ്ട്. ലീസിങ് കമ്പനീസൊക്കെ എവിടെയുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓർഗനൈസേഷനെയൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഇവർ എവിടെ കളിക്കുന്നുണ്ട്, ഈ നമ്മുടെ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം ഇവരൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറിയിൽ വരുന്നത്. ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ്. ദി കമ്പനീസ് ദേ ആർ വേരിയസ് മർച്ചൻ്റ് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, ലീസിങ് ഫിനാൻസ് കമ്പനീസ്, അതുപോലെ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസ്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് എവിടെ വരുന്നത്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൽ വരുന്നത്. അപ്പോൾ ഈ മർച്ചൻ്റ് ബാങ്കുകളും
മ്യൂച്വൽ ഫണ്ടും ലീസിങ് കമ്പനീസൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ക്യാപിറ്റൽ മാർക്കറ്റിൽ. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ 4 തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണുള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ്, ഒന്ന് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇവർ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇവിടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാത്രമായിരിക്കും സെമി ഗവൺമെൻറ്റും ഡീൽ ചെയ്യുന്നത്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്യൂരിറ്റീസ്, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതായത് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഓൾ ദി ഇൻഡസ്ട്രിയൽ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റീസ് ആയിരിക്കും. വേറെ ഡീലിങ് എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ സെക്യൂരിറ്റീസും ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ദിസ് മാർക്കറ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ട് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മാർക്കറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. മാർക്കറ്റിനെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റ് ഗവൺമെൻറ്റിൻ്റെ എന്ത് ചെയ്യുന്ന മാർക്കറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും സെമി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും മാത്രമായിരിക്കും പ്ലേ ചെയ്യുക. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് കമ്പനീസിൻ്റെയും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ മാർക്കറ്റാണ്, ഇത്തരത്തിലുള്ള കമ്പനീസിൻ്റെ മാർക്കറ്റിനെയാണ് നമ്മൾ വീണ്ടും പ്രൈമറി മാർക്കറ്റിൽ നിന്ന് സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ഉള്ളത്. ദെൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇത്തരത്തിലുള്ള കമ്പനീസ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ പർപ്പസിന്. നിങ്ങൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ പഠിച്ചപ്പോൾ അവിടെ കുറേ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഒക്കെ പേര് പഠിച്ചില്ലേ, അവരാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. അവർ ഇവിടെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. ആർക്ക് വേണ്ടിയിട്ടാണ്? അത്തരത്തിലുള്ള കമ്പനീസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അതിലൊക്കെ ഇതൊക്കെ പ്ലേ ചെയ്യുന്നതാണ് ICICI ഒക്കെ. അപ്പോൾ അവർ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് പർച്ചേസ് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്, അതുപോലെ മർച്ചൻറ്റ് ബാങ്കും മ്യൂച്വൽ ഫണ്ടും അതുപോലെ ലീസിങ് കമ്പനീസൊക്കെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ. അതാണ് ഈ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് മെയിനായിട്ടും ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്. അത് ഓൺ ദി ബേസിസ് ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ വി ആർ ഐഡൻറ്റിഫൈങ് ദി സ്ട്രക്ചർ ഓഫ് അവർ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഇതിൽ കൂടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വോയിസ് സെൻഡ് ചെയ്യുക. ഓക്കെ, ബൈ.